ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നലത്തെ വീഡിയോൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ക്രാബ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഉള്ളിൽ എത്തിയിട്ട് കാണിച്ചു തരാം. ബിരിയാണിക്കുള്ള നമ്മുടെ ഫുൾ ഐറ്റംസ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ റോസ് കൈമ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെയുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ എടുത്തിട്ടുള്ളൂ. മെയിനായിട്ടുള്ള കൂടുതലൊന്നും എടുത്തിട്ടില്ല. സിമ്പിളായിട്ടുള്ള ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മുടെ റോസ് കൈമ അരി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതാണ് ബിരിയാണി ലീഫ് കേട്ടോ. ഇത് ഭയങ്കര ഒരു സംഭവമാണ്. ഇത് നമ്മുടെ ബിരിയാണി അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബിരിയാണീൻ്റെ സ്മെല്ല് വരും ഇതിന്. ഇത് ബിരിയാണി ലീഫ് എന്നാണോ പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല. പറയുന്നവരുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. മഴ പെയ്താൽ വരെ ആ ഒരു ലീഫിൻ്റെ അടുത്ത് പോയി നിന്നാൽ ഭയങ്കര സ്മെല്ല് വരും ബിരിയാണീൻ്റെ. പിന്നെ അതേപോലെ തന്നെ ഉള്ളി ഇവിടെ നല്ല രീതിയിൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഞണ്ട് ഇതാ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ കണ്ട ഞണ്ടേ അല്ല, നല്ല രീതിയിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, പിന്നെ നമ്മുടെ തക്കാളി, മുളക് അരച്ചത്, അതേപോലെ കരിവേപ്പ്, ചപ്പ്, നാരങ്ങ, അങ്ങനത്തെ കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ, ഇൻഗ്രീഡിയൻസ് ഒക്കെ. പിന്നെ കുറച്ച് പൊടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കറുവപ്പട്ട അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഉപ്പ്, ഇത് മറ്റേ ഒരു സ്പെഷ്യൽ മസാല ആണ് കേട്ടോ. ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങനെയൊക്കെ കൂടി വരുന്നൊരു മസാല ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത്. നമുക്ക് കിച്ചണിൽ പോയിട്ട് എന്തായാലും ബിരിയാണി ഉണ്ടാക്കാം. ആദ്യം തന്നെ ക്രാബ് പൊരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള മസാലാസ് ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി, അതുപോലെ മഞ്ഞൾ, പിന്നെ കുറച്ച് ചിക്കൻ മസാല. ഇതൊന്നും കറക്റ്റ് ഒരു മെഷർമെൻറ്റിലല്ല എടുത്തിട്ടുള്ളത്. എല്ലാം ഒരു ഉമ്മൻ്റെ കൈക്കണക്കിനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രമില്ല, ഒരു നല്ല പാത്രമൊക്കെ വെക്കാം. എത്ര ഫ്രൈ പാൻ ഉണ്ടെങ്കിലും പാത്രം ഉണ്ടെങ്കിലും നമുക്കിതിൽ ഉണ്ടാക്കിയാലേ ഉള്ളൂ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. പണ്ട് മുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ചിലപ്പം. അപ്പോൾ അതുപോലെ ഇത് വെച്ച് നല്ല രീതിയിൽ ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഞണ്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ പൊതുവെ എന്തുണ്ടാക്കുമ്പോഴും വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാനായിട്ടോ. അപ്പം നല്ല രീതിയിൽ ഞണ്ട് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞണ്ട് ഇവിടുന്ന് കുക്കാവുന്ന നേരത്തോണ്ട് നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളി നല്ല രീതിയിൽ ഇതിലൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉള്ളി ഒന്ന് നല്ല രീതിയിൽ വാടി വന്നാൽ അതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മുളക് അരച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് കുറച്ച് കൂടിയോന്ന് എനിക്ക് ചെറുതായിട്ടൊരു സംശയമൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ഈ എല്ലാ മിക്സും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഒന്ന് വാടി വരട്ടെ. അപ്പോഴേ ആ ഒരു ടേസ്റ്റ് അതിലേക്ക് പിടിക്കുകയുള്ളൂ. കുറച്ച് നേരം നമുക്കത് വാട്ടിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വാടി കിട്ടും കേട്ടോ ഈ മിക്സൊക്കെ. എന്നിട്ട് നമുക്ക് അടിച്ച് വെച്ചതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതൊന്ന് കുക്കാവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് നേരെ ബിരിയാണി റൈസിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ അത് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മുളക് അരിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കൺഫ്യൂഷനായി നിൽക്കുന്നത്, എന്തിനാണ് ഈ മുളക് അരിച്ചത് ഇതിലേക്ക് ഇടുന്നത് എന്നുള്ളത്. പിന്നെ അമ്മ പറഞ്ഞത് അങ്ങനെയൊക്കെ ആഡ് ചെയ്യും, അപ്പോൾ ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ വരുള്ളൂ. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതൊക്കെ ഒന്ന് ചൂടായിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ വെള്ളം തിളച്ചിട്ട് വേണം നമ്മുടെ ബിരിയാണി റൈസ് ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്തിടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് മെയിനായിട്ട് ഇടുന്നത് നമ്മുടെ ബിരിയാണി ലീഫാണ് കേട്ടോ. ഈ വെള്ളം തിളച്ച് വരുമ്പം ആ ഒരു റോസ് കൈമ റൈസിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സ്മെല്ല് ഈ ഒരു ലീഫിലൂടെ നമുക്ക് കിട്ടും. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കിട്ടുക. അപ്പോൾ എന്തായാലും അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഏകദേശം തിളച്ചപ്പോൾ നമ്മളിത് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ റോസ് കൈമ റൈസാട്ടോ എടുത്തിട്ടുള്ളത്. ബിരിയാണി റൈസ് എന്തായാലും അവിടെ നിന്ന് സെറ്റായി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള മസാലാസ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ സെറ്റാക്കി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്രാബും പിന്നെ നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുള്ള മസാലയും ഇതിലോട്ട് ആഡ് ചെയ്യാൻ കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി അത്ര ഇടുന്നില്ല, കാരണം ഓൾറെഡി ഇതിൽ നമ്മൾ മുളക് അരിച്ച് ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എരിവൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് പുളി കൂടുതലുള്ള തൈരാണ്. നമ്മൾ ഇതിലേക്ക് കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്തിട്ടും കൂടി ഒഴിക്കുന്നുണ്ട്. നമുക്ക് പുളി ഫ്ലേവർ കുറച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ലെമണും സ്ക്വീസ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് കറി ലീവ്സും കൊറിയാണ്ടർ ലീവ്സും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കൊറിയാണ്ടർ ലീഫിൻ്റെ ആ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഒരു പരിപാടി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളി ഇതിലിട്ടിട്ട് നല്ല രീതിയിൽ ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ ബിരിയാണീൻ്റെ മുകളിൽ ഇതിട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങുന്ന ഈ ഒരു സംഭവത്തിലാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഉള്ളി ഒന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ ഉള്ളിൻ്റെ ഒരു കളർ ഏകദേശം ഈ ഒരു ടൈപ്പിലേക്ക് മാറും കേട്ടോ, ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട്. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും കൊറിയാണ്ടർ ലീവ്സും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം പൊട്ടിത്തെറിയും കാര്യങ്ങളുണ്ട്. ഇതിൽ വെള്ളം ഉള്ളതുകൊണ്ടാണ് കേട്ടോ പൊട്ടിത്തെറി വന്നത്.
ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റാം. ഇനി നമ്മളിതാ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ബിരിയാണി ദം ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് നമ്മളിതാ റൈസ് ഇട്ട് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇതാ ഞണ്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് വേണ്ടിയപ്പോൾ അത് ചൂടോടെ ദം ഇങ്ങനെ പൊളിച്ചിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ആക്കുന്നില്ല. മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് കിട്ടില്ല. കുറച്ച് മസാല വേറെ റൈസ് വേറെ അങ്ങനെ കഴിക്കാനാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. ഫസ്റ്റിൽ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേറെ സൈഡായിട്ടൊന്നും എടുത്തിട്ടില്ല. നമ്മുടെ ബിരിയാണിയും അതുപോലെ തന്നെ മസാലയും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് തന്നെ കഴിച്ചപ്പം സാധാരണ ഉണ്ടാക്കുന്ന ഉമ്മൻ്റെ ബിരിയാണിനേക്കാളും കുറച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വേറെ തന്നെ ആ ക്രാബിൻ്റെ ഫ്ലേവർ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നല്ലൊരു വേറെ ടേസ്റ്റാണ് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ തവണ കഴിച്ചപ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലായത്. കുറച്ച് എരിവുള്ള പോലെ എനിക്ക് തോന്നി കേട്ടോ. ഞാനങ്ങനെ ഓവർ സ്പൈസസ് കഴിക്കാത്തതുകൊണ്ട് കുറച്ച് എരിവുള്ളത് പോലെ തോന്നി. ഞാൻ എന്തായാലും ഇത് കഴിച്ച് തീർക്കട്ടെ. എന്തായാലും മറ്റൊരു വീഡിയോ വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.